അതറിയത്തില്ല ബ്രോ, ഞാൻ ബ്രോക്കൺ. ബ്രോ പണ്ടുണ്ടായ ബ്രോക്കൺ ആണോന്നല്ലേ ഞാൻ ചോദിച്ചത്. ബ്രോയ്ക്ക് ഇപ്പൊ കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചെവിക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും ഒച്ചക്ക് എന്തെങ്കിലും ചെവിയിലെന്തെങ്കിലും മൂടലെന്തെങ്കിലും അല്ലല്ല ബ്രോ, പണ്ടുണ്ടായ ബ്രോക്കൺ ആയിരിക്കും ബ്രോ. എന്ത് പറ്റി? ആയിരിക്കും അറിയത്തില്ല. ഞാൻ ഒരു മിനിറ്റ് അതുകൊണ്ട് അവനോട് സംസാരിക്കല്ലേ? നീ എന്തിനാ സംസാരിക്കണേ? അവൻ സംസാരിക്കില്ലടാ. നീ ആരാ? അതല്ല, നീ എന്തിനാ സംസാരിക്കണേ? ചേട്ടനാ? ഏത് ചേട്ടൻ? ചേട്ടനൊക്കെ ഉണ്ട് ഇവിടെ? അല്ലല്ല വിടു നിങ്ങൾ പറ. പണ്ടുണ്ടായ ബ്രോക്കൺ ആയിരിക്കും ബ്രോ, അറിയത്തില്ല. അതാ അറിയത്തില്ല, പണ്ടത്തെ ബ്രോക്കൺ ബ്രോ ഉദ്ദേശിക്കുന്ന ബ്രോക്കൺ ആണോന്ന് അറിയത്തില്ല. ബ്രോ ഏതാ പേരെന്താ? ബ്രോന്റെ പേരെന്താ? എന്താ ബെല്ലാരി അടി ഉണ്ടല്ലോ? ആണോ എന്തിനാണ് കിടന്ന് ട്രിഗറാവുന്നേ? എന്തിനാ കിടന്ന് ട്രിഗറാവുന്നേ? ആലോലനാണെന്നല്ലേ ചോദിച്ചേ? ആലോലനാണെന്നല്ലേ ചോദിച്ചോട്? നീ എന്നെ ബെല്ലാരിൽ എപ്പ അടിച്ചു? നീ കൊറേ അടിയിട്ട് മെഴുകിയില്ലല്ലോ. നീ പോടാ. അപ്പൊ നീ എന്നെ എപ്പോഴാ അടിച്ചേ? കണ്ടി നീ എന്നെ എപ്പോഴാ അടിച്ചേ? കണ്ടി നീ എന്നെ എപ്പോഴാ അടിച്ചേ? നിന്നെ ബെല്ലാരി അടിച്ച് മനസ്സിലായ? നീ പോ. നീ പോടാ കണ്ടി. ബെല്ലാരി നിന്നെ 40 പ്രാവശ്യം അടിച്ചു കേട്ടാ കണ്ടി. നീ പോടാ. അവന്റെ നീ സംസാരിക്കല്ലേ? പുതിയ ഗാങ് കയറി പറഞ്ഞാൽ വന്നാ നീ എല്ലിക്കോട്ട് ഒന്ന് കയറുന്നേ. പോടാടുത്തോണ്ട് തലയിൽ ചെറുപ്പ് വാർത്ത പറ്റി. പോടാടുത്തോണ്ട് അടികൊണ്ടിട്ട് ഇറങ്ങിപ്പോയനല്ലടാ നീ. വലിയ ഗുണം പറയല്ലേ നീ? നീ അടികൊണ്ട് ഇറങ്ങിപ്പോയനല്ലടാ നീ. അടികൊണ്ട് ഇറങ്ങിപ്പോയനല്ലടാ നീ. അവരിത് നമ്മൾക്ക് ഗുണം പറയണ. എടാ ഒരു തവണയെങ്കിലും തിരിച്ചടിയടാ, എന്നിട്ട് നീ സംസാരിക്കും. ഒരു തവണയെങ്കിലും തിരിച്ചടി, എന്നിട്ട് നീ സംസാരിക്കടാ. ഓ കഥ നീ നിന്നൊരു കഥ പറ കേൾക്കും. ലോലനെ മാത്രമേ പറയുള്ളൂ, എന്നെ പറയുള്ളൂ. കഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്റെ ഫ്രണ്ടില്. അതെ അതെ, കല്ലായിട്ട് നിന്നോണ്ടാ നീ. കല്ലായിട്ട് നിന്നോണ്ടാ നീ എന്റെ ഫ്രണ്ടില്, മനസ്സിലായ? കല്ലായിട്ട് നിന്നോണ്ടാ നീ എന്റെ ഫ്രണ്ടില്, മനസ്സിലായ? നീ പോടാടുത്തോണ്ട് നീ പോടാടുത്തോണ്ട് നീ പോടാടുത്തോണ്ട് ബ്രോക്ക നീ ഉണ്ടായപ്പോ എത്ര തവണ അടി കൊണ്ടോ? ഒരു തവണ തിരിച്ചടിച്ചതെന്ന് പറഞ്ഞടാ ഒന്ന് കേക്കട്ടെ. അല്ല നീ ഒരു തവണ അടിച്ചെന്ന്, നീ അടിച്ചെന്നൊക്കെ പറയല്ലേ? നീ എപ്പോഴും അടിച്ചൊന്ന് പറയാ കേക്കട്ടെ. എടാ നിന്റെ കോഹ്ലിയുടെ ജോസ് കുട്ടി അവിടെ നിന്ന് ഇടി കൊണ്ടടയാത്ത, നീ അത് മനസ്സിലാക്ക്. എന്റെ കോഹ്ലിയുടെ ജോസ് കുട്ടി അയ്യോ അയ്യോ ഇച്ചായ 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 കാര്യം മനസ്സിലായ? കുറച്ചുകൂടെ കാര്യം മനസ്സിലായ? വണ്ടി പുറത്തിറങ്ങി അവരെ മറ്റേ ബ്രോക്കൺ പണ്ടത്തെ ഡിജയിലുള്ള. അവന്റെ പണ്ടത്തെ ബ്രോക്കൺ ആയിട്ട് ഒരുമാതിരി പോടാ. എന്നിട്ട് പണ്ട് തന്നെ ബെല്ലാരിൽ അടിച്ചില്ലേ? നിങ്ങളുടെ ഗ്യാങ് ഹൗസ് എവിടെ പോയെന്നുണ്ട് കാണാനില്ല. പയ്യനെ പിന്നെ കാണാനില്ല.
മണി ടോക്സ് കൺ ടോക്സ്. ഐഡിയയിൽ വന്നടാ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടാ. സിറ്റുവേഷൻ ആവുമ്പോ എല്ലാരും എത്തും. ഹലോ ബ്രോ, അവനെ ഓഫ് എടുക്കാൻ പറ്റൂല. ലീഡർ അല്ലേ അവൻ. അവൻ ചില്ലറ കൊണയല്ല ബ്രോ, അത്ര തന്നെ. നിങ്ങളൊരു സിറ്റുവേഷൻ ഇടയ്ക്ക് ഒന്ന് മുതുക്കിരുന്ന് മുതുകൊണായിരുന്നു അവൻ. എന്നിട്ട് അവൻ മറ്റേ പോയപ്പോ ഇവിടെ ഓൾറെഡി നമ്മള് സിറ്റുവേഷനിലാണ്. നിങ്ങളെ ടീമോട് സിറ്റുവേഷൻ ആണെങ്കിൽ അവൻ നേരെ സംസാരിക്കണ്ടേ? വെയിറ്റ് അവൻ നേരെ സംസാരിക്കണ്ടേ? ബ്രോ സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ സംസാരിക്കാം. അവൻ വന്ന് മറ്റേ മുട്ടയും കൊണ്ടടിച്ച് നമ്മൾ നോക്കിക്കണെന്ന് പറഞ്ഞാൽ എന്താ? എന്നിട്ട് നിന്നെ പണ്ട് പിള്ളേരെ അടിച്ചല്ലേ മറ്റേ ചോദിക്കാൻ? ഇല്ല, നിങ്ങളത് ചെയ്യണല്ലോ. അതവനെ ഇതാക്കിയതാ. വാണിഫെയർ എന്നാ മുകളിലോട്ടായിരുന്നു ലേറ്റ് ആയതാ. അപ്പൊ അവൻ മാനം വരെയൊക്കെ നമ്മള് തിരിച്ച് അവന്റെ ഞാൻ പണ്ടത്തെ ബ്രോക്കണാന്ന് വെച്ചപ്പോ അവന് പണ്ടത്തെ ബ്രോക്കണാന്ന് പറഞ്ഞാ പോരെ. ഇത് കൊണക്കിന് എന്തിനാ അവിടെ വന്നിട്ട്? അവനെ കൊണച്ച് ഞാൻ പറയട്ടെ, ഈ ബാക്കി ഒന്നവൻ മാലിക്കുന്നുണ്ട്. അവനെ കൺവേർട്ട് ചെയ്തിട്ട് മറ്റവനെ വിളിച്ചോണ്ട് ബ്രോക്കൺ ഉണ്ടോ അവനിട്ട് അപരാധിക്കാൻ വേണ്ടി. ഇവനെ ഹോസ്റ്റ് എടുക്കാൻ പറ്റും. ആ ഫാൽക്കനെ ഇട്ട് പിടിച്ചാൽ കൊടുക്കായിരുന്നു. വെയിറ്റ് മേക്കേ കോളൊന്നും ഇല്ലാതെ ആൾക്കാരെത്തിയല്ലോ മേക്കേ. അതെങ്ങനെ മാലിക്ക് എങ്ങനെ എത്തി മേക്കേ ഇവിടെ? മാലിക്ക് ഞാൻ ലൈവ് പോലും അല്ല. അതന്നെ കോള് നമ്മുടെ മുന്നിൽ നിന്ന് കോള് കൊടുത്തിട്ടില്ല. ഞാൻ റേഡിയോയിലുണ്ട്. കോള് കൊടുത്തിട്ടില്ല. അതല്ല ഇപ്പൊ എങ്ങനെ എത്തിയെന്ന് നമ്മള് കോള് കണ്ടില്ല. ബ്രോക്കന്റെ അടുത്തൊന്ന് വരാൻ പറയോ? മറിയാ സാർക്ക് കാരണം നമ്മൾ ഓൾറെഡി ടീം സിറ്റുവേഷൻ ആണ്. ആണോ? അപ്പൊ അത് കൂടെ ഉള്ളവന്റെ അടുത്ത് പറയണം, ഇതിന്റെ ഇടയ്ക്ക് വേറെ സിറ്റുവേഷൻ പിടിക്കരുതെന്ന്. അവനായിട്ട് അങ്ങോട്ട് വന്ന് സിറ്റുവേഷൻ എടുത്താണ്. ഇല്ല, ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു. അവൻ പേര് ചോദിച്ചു ബ്രോക്കൺ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു പണ്ടത്തെ ബ്രോക്കൺ ആണോ? അപ്പൊ അവന്റെ കൂടെ എസ്റ്റോ കാർഡ് എന്ന് പറയുന്ന കണ്ടി കൂടെ വന്നിട്ട് രണ്ടും കൂടെ മറ്റേ ഒരു പനി മുട്ടക്കോണ. എനിക്ക് അറിഞ്ഞൂടല്ലോ. വെയിറ്റ് എന്നിട്ട് ഇവർ നിന്നിട്ട് കോണ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നീ പണ്ടത്തെ ബെല്ലയിലെ അടിയോണ്ട ലോലിനല്ലേ എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട കാര്യം എന്താ? പണ്ട് ബെല്ലയിലെ കാര്യമൊക്കെ നിങ്ങൾ വേറെ സിറ്റുവേഷൻ അങ്ങനെ പറയണ്ട. പോവല്ലോ, ലീവ് ചെയ്ത് പോവല്ലോ. പണ്ടത്തെ ബ്രോക്കണാണ് പറഞ്ഞിട്ട് ലീവ് ചെയ്ത് പോവല്ലോ. എന്താ ചെയ്യണ്ട? ഞാൻ അവന്റെ ഭാഗം ഞാനൊന്ന് കേട്ടോ. നമ്മള് മാക്കിന്റെ അടുത്ത് മാനുവായിട്ടല്ലേ സംസാരിക്കണം ഇത്ര ആള്. അവനോട് സംസാരിക്കണം. 7165 അടിക്കണില്ല സംസാരിക്കവാ. അറിഞ്ഞൂടാ. എല്ലാം തോടും നിങ്ങളോട് മാക്വർ സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് സിറ്റുവേഷൻ ആണോ അല്ലെന്നുള്ളത് നമുക്കറിയേണ്ട സംസാരിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് മാന്യമായിട്ട് അവനോട് സംസാരിക്കണം, അവനെ ഇങ്ങോട്ട് വരുത്താൻ പറഞ്ഞത്. അവനെ അറിഞ്ഞൂടെ? നിങ്ങളെ റേഡിയോയിൽ അറിഞ്ഞ സിറ്റുവേഷൻ ആണ്. അപ്പൊ അവന് മാന്യമായിട്ട് സംസാരിച്ചൂടെ?
ചൂടാവുമ്പോ മാനുമായിട്ടാണ് അവിടെ സംസാരിച്ചത് നമ്മള് ഇവിടെ മാനം വരെ ചോദിച്ചപ്പോ പണ്ടത്തെ കണക്കൊക്കെ ഒന്ന് പറയണം അവൻ ഇനി കണക്ക് നമ്മള് ഫാൽക്കനൊന്നുമില്ല ബ്രോക്കൺ മാത്രം. ബ്രോക്കറാണ് സംസാരിച്ചത് അവൻ ഞാനൊരു കാര്യം പറയട്ടെ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൺസേൺ അല്ല നിങ്ങൾക്ക് സിറ്റുവേഷൻ ആണോ, അത് നിങ്ങളുടെ കൺസേൺ ആണ്. നിങ്ങൾക്ക് സിറ്റുവേഷൻ വേറെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിട്ട് ഇവിടത്തുള്ളു. അവനെ വിളിച്ചെടുത്ത നിന്നെ അടിക്കും അവനെ അടിക്കും എല്ലാം അടിക്കും. അവ എത്ര നേരം മുതുക്കി സംസാരിക്കുന്നത് പിന്നെ ഇപ്പൊ പോയിട്ട് റേഡിയം ഉണ്ടല്ലോ. റെസ്പോണ്ട് ചെയ്തില്ലേ? റെസ്പോണ്ട് ബ്രോക്കൺ എന്ന് പറഞ്ഞ ബ്രോക്കൺ കണക്കുകൾ എഴുതിയെടുക്കാൻ പോയതായിരിക്കണം. ഇത്രയൊക്കെ ഉണ്ടായിട്ട് നീ ഇവിടെ സംസാരിക്കുന്ന ധൈര്യമുണ്ടല്ലോ. അവനെന്തേ മെസ്സേജ് പോയോടാ? എടാ മാലിക്കേ, സ്വന്തം ഗ്യാങ്ങിലുള്ളവനല്ലേ അവൻ അറിയില്ല എങ്ങനെ ശരിയാവാന്? അതോ സിറ്റുവേഷനോട് അവൻ ബ്രോക്കൺ ആയി പോയോ? നിങ്ങളോട് സംസാരിക്കും നമുക്കിങ്ങനെ സംസാരിക്കാം. അവന്റെ അടുത്ത് വരാൻ പറ. നിന്നെ മാക്കിലേക്ക് അറിയാതല്ല അവന്റെ അടുത്ത് വരാൻ പറ. കണക്കെടുക്കാൻ പോയാലും പൂജ ആയിരിക്കല്ലോടാ, പിന്നെന്താ ഇത്ര സമയം എടുക്കുന്നത്? 7165 അണ്ണാ സംസാരിക്കാൻ പറ്റുന്നില്ല. എന്താ സാറ് ഇത് അടിവാക്കിക്കൊണ്ട് പോവല്ലോ. ഒരു സീറ്റ് ഉള്ളാടാ. ഈ വണ്ടി കണ്ടുള്ള എവിടെ അറിയാം? പണ്ട് ടിവിയിൽ ഒരു ഗെയിം കളിക്കുന്നില്ല, ബീച്ച് ബഗ്ഗി. ആ ബഗ്ഗി അത് തന്നെയല്ലേ ബഗ്ഗി റേസ്. വണ്ടി അവരുടെ കോൺസെപ്റ്റ്, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. നീ സുൽത്താനെ കയറി എന്തിനാ? നീ സുൽത്താനെ കയറി എന്തിനാടാ? ഹലോ ഹലോ ബ്രോ വന്നില്ലേ ബ്രോ? ഹലോ വിളിച്ചിട്ടുണ്ട് അവര് വരാം. കയറാൻ പോയത് എല്ലാരും ഒരു ഫോർസാക്കി പോയാൻ കണ്ടുപോയി. ബഗ്ഗി പോലത്തെ വണ്ടിക്കകത്ത് ഒരു എടാ